ഈ സോദാനാണ് ഒരുപാടുണ്ട്, എനിക്കറിയാം. ആദ്യത്തെ ഒരു നൂറ്റാണ്ട് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്, അതിനെ കുറിച്ചൊന്നും പറയാനില്ല, ചർച്ച പോലും ഇല്ല. അപ്പൊ അമ്പിയാക്കൾ മുഖേന ഹിദായത്ത്, സ്വഹാബത്ത് മുഖേന ഹിദായത്ത്. സ്വഹാബത്ത് മുഖേന ഹിദായത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ അപ്പൊ അതിലേക്ക് പോകുന്നില്ല, ഒരുപാടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് സിദ്ധിച്ചതാകുന്ന മഹാന്മാർ, മുൻ കഴിഞ്ഞു പോയതാകുന്ന അംബിയാ മുർസലീങ്ങളുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് സിദ്ധിച്ചതാകുന്ന മഹാന്മാർ. യാസീനിൽ പറയുന്ന ചരിത്രം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളുടെ ചരിത്രമല്ലേ? ബുത്റൂസും മത്തായിയും പത്രോസും മത്തായിയുടെയും ചരിത്രം പറയുന്നത് യാസീനിൽ. ഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി യാസീൻ ഡെയിലി ഓതാൻ പറയുന്നു. എന്തുകൊണ്ട്? മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്കും. ഇവിടെ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അധികമൊന്നും പോകണ്ട. ആഴ്ചയെ പാരായണം ചെയ്യണം സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ, എങ്കിൽ നീ രക്ഷപ്പെടും. ഡെയിലി ഓദിക്കോ. ഈ മഹാന്മാരാകുന്ന മഹത്തുക്കളുടേതാകുന്ന ചരിത്രങ്ങൾ അടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ട യാസീൻ, ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നു യാസീനിനെ. ഇത് നീ ഓദിക്കോ. അത് ആരുടെ ചരിത്രം പറയുന്നതാണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്നതാണ്. ആരാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായി എന്നല്ല, നേരിട്ട് അനുയായി അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന ബുത്റൂസിന്റെയും മത്തായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. യാസീൻ അടുത്ത് പഠിക്കണം. നമ്മൾ ഇതൊക്കെ പഠിക്കണം, കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ മാത്രം നല്ലതുപോലെ ഒന്ന് പഠിച്ചാൽ മതി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം വേറെ ഒന്നും പഠിക്കേണ്ടതില്ല. ശരിക്ക് നല്ലതുപോലെ പഠിച്ചാൽ അതിൽ തന്നെയാണ്. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതാൻ പറയും. നിന്റെ ഹൃദയം കൽബ് തെളിയാൻ വേണ്ടി ഇത് ഓതണമെന്നാ പറയുന്നത്. ഖുർആൻ നീ ഓത്. അന്താക്കിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആര്? ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹു, ബുത്റൂസ് റളിയല്ലാഹു അൻഹു. അവരെയാണ് ബൈബിളിൽ പത്രോസും മത്തായി എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കണം. ബുത്റൂസ് റളിയല്ലാഹു അൻഹു, പേടിക്കണ്ട, ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, വിവാദമൊന്നും ആവൂല. ബുത്റൂസ്, മത്താ റളിയല്ലാഹു അൻഹു. മത്താ എന്ന് പറഞ്ഞാൽ ആരാണ്? മത്തായിയാണ്. പക്ഷേ ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് മത്താ റളിയല്ലാഹു അൻഹു. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ല? മക്കസലമീന, തംലീഖ, മർതൂനസ്, നൈരൂനസ് റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ. അവരുടെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. അവര് ചീട്ട് കളിച്ചുകൊണ്ടും പാതിരാത്രി സമയത്ത് നിശാ ക്ലബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഒരു സമൂഹമാണ്. അവരെ ചെന്നുകൊണ്ട് തർബീയത്ത് ചെയ്ത് നന്നാക്കിയാര്? മത്താ റളിയല്ലാഹു അൻഹു. ഭയങ്കര ചരിത്രം, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അവരുടെ ഉസ്താദാണ്. അപ്പൊ മത്താ റളിയല്ലാഹു അൻഹു, ബുത്റൂസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഖുർആനിലുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ ഖാല ഈസാ ഇബ്നു മർയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ് قال الحواريون نحن أنصار الله فآمن الطائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഈസാ നബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ, എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുത്റൂസും മത്തായിയും എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഈസാ നബിയുടെ അനുയായികളാണ് ആര്? ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. നമുക്കിടയിലുള്ള മുത്തനബിയുടെ ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക്? ഈസാ നബിയുടെ അനുയായികൾപ്പെട്ട ബുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു.
അങ്ങനെ ഇവർ രണ്ടുപേരെയും അന്താക്കിയിലേക്ക് അയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നത്? പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ്. എന്തിനെവിടെ പോകുന്നത്? ആ നാട്ടിലെ ഏകദൈവ വിശ്വാസം പുലയിക്കാൻ വേണ്ടിയാണ്. അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു. അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാ നബി അലൈഹി സ്വലാം അയച്ചതാ. നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും. ഇങ്ങനത്തെ നാട്ടുകാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഷെയ്ഖ് നമ്മളാണ് ഇതിന്റെ ഏജന്റ്. അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്കാണ്. ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ്. അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല, അവർ വിശ്വസിക്കൂല, നിങ്ങൾ ഓടിക്കും. ഇവര് പറഞ്ഞു, ഇല്ല, പോകും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും വല്ല കറാമത്ത് വല്ലതും ഉണ്ടോ? ഈസാ നബിയുടെ അനുയായികളല്ലേ, പിന്നെ ഉണ്ടോന്നോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാമിന്റെ കഴിവിനെ പറ്റി, വഉബരിഹുൽ അദ്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ് വഉഹിയൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയുമായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് അങ്ങക്കുണ്ട്. വഉബരിഹുൽ അദ്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ്. കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ആ കഴിവ് ഞങ്ങൾക്ക്. എന്നെ വേണ്ട, അതിനപ്പുറത്തോട്ടും വേണം. ഇത് പറ്റുമോ എന്നാണല്ലോ ഉസൂലുൽ ഖായിദ. അങ്ങനെയല്ലേ, കുല്ലു മാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഔലിയാക്കൾക്ക് കറാമത്ത് നിലയ്ക്ക് ഉണ്ടാവാം, ഖുർആൻ ഒഴിച്ച്. ഖുർആൻ എന്ന് പറയുന്ന മുഅ്ജിസത്ത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. ഉസൂല. അതുകൊണ്ട് തന്നെ അതുണ്ടായി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കഴിവുകൾ ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞതാ, നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു. 24 വയസ്സുള്ളതാകുന്ന ജീവച്ഛവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മോനാണ്, ജനിച്ചിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല, കയ്യും കാലും അനക്കാൻ മേല, വൈകല്യമുള്ള മനുഷ്യനാണ്. ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാല് നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ, ഏറ്റെടുത്തു. അദ്ദേഹമാണ് ഉസ്താദ്, ഷെയ്ഖാൻ അദ്ദേഹമാണ്. അദ്ദേഹം കൊണ്ട് നേരെ നിന്നു, തല മുതൽ കാല് വരെ അങ്ങോട്ട് തടവുകയാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി എഴുന്നേറ്റങ്ങോട്ട് ഇരുന്നു, എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നടന്നു. ഒരല്പസ്വല്പമൊക്കെ അങ്ങോട്ട് നടക്കും. മാത്രമല്ല, ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി. കണ്ട് സന്തോഷിച്ചു. വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇസ്ലാം മതം പുൽകിയാൽ മതി, വേറെ ഒന്നും നിങ്ങളോട് പറയുന്നു. റെഡിയായി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വാസം പുൽകുകയാണ്. ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സ്വഹാബിയായി മാറുകയാണ്. അനുയായികൾ ഉൾപ്പെടുക. ഈസാ നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത്, ശിഷ്യന്മാര് മുഖേനയാണ് ഹിദായത്ത് കിട്ടുന്നത്. അതാണ് നമ്മുടെ വിഷയം കേട്ടോ. സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച. അമ്പിയാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു. ആരുടേത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു. ഇവിടെ അമ്പിയാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത്. അതെവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്, യാസീനിലുണ്ട്. അതായി പറയുന്നത്, വേറെ എവിടെയും പോകണം. അദ്ദേഹം പറഞ്ഞു, വലിയ സന്തോഷത്തോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ, കൗമിന്റെ അടുക്കൽ. എന്നാ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വരാം. നിങ്ങൾ അങ്ങോട്ട് പോയി തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങിക്കോ. തൊട്ടു പിറകെ ഞാൻ വരുന്നുണ്ട്. ഖുർആൻ സൂറത്ത് യാസീൻ. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ
أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, യാസീൻ ഓതാൻ അറിയാവുന്നവരെ യാസീൻ ശരിക്കൊന്ന് പാരായണം ചെയ്യണേ, അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് ചിന്തിച്ചെന്ന് പാരായണം ചെയ്യണേ. ഔലിയാക്കളുടെ ചരിത്രമാണ്, മഹത്വങ്ങളുടെ ചരിത്രമാണ്. പ്രായം ചെന്ന മനുഷ്യൻ അടുക്കൽ നിന്നുകൊണ്ട് ചെല്ലുകയാണ്. പ്രായം ചെന്ന മനുഷ്യൻ ഇതാ പേരെന്താണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട്, വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ്. ആ നാട്ടിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചും അവന്റെ റസൂലായ ഈസാ നബിയെ കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ, അതുകൊണ്ട് പോകണേ, ഈ പരിപാടി നിർത്തണേ. ഇല്ലം തന്തഹോ ലനർജമന്നകും. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളെ തീർച്ചയായും ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്നതാണ്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു കൂട്ടരാകുന്ന ആളുകൾ ആക്രമിക്കാൻ കടന്നു വരുമ്പോ മിൻ അഖ്സൽ മദീന റജുലുൻ യസ്ആ. പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഓടി വരുകയാണ്. അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ പ്രബോധനം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റണേ. തീർച്ചയായും അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ്. ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത്. ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഇവരുടെ കറാമത്ത് എന്റെ മകനിലൂടെ ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 24 വയസ്സുള്ള എന്റെ പൊന്നമോന് ജീവച്ചോറായ കട്ടികൾ കടന്ന പൊന്നമോനെ എഴുന്നേറ്റിരുത്തിയത് ഇവരാണ്. അവനെ നടത്തിയത് ഇവരാണ്. അവനെ ചാടിപ്പിച്ചവരാണ്. അവനെ കൊണ്ട് പേര് വിളിപ്പിച്ചത് ഇവൻ തന്നെയാ. ഇവർ സാധാരണ ആളുകളല്ല.
ഇവരെ സന്മാർഗം പുൽകപ്പെട്ടവരാണ്, ഇവരെ പിൻപറ്റണേ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാറിനെതിരെ തിരിയുകയാണ്. നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ, നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് ഞങ്ങളുടെ കൈവെള്ളികൾ കൊണ്ടുവന്ന് ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ. ഹബീബുൻ നജ്ജാറിനെ അടിക്കുകയാണ്, അദ്ദേഹത്തെ ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ്. കൂട്ടത്തിൽ ഇറങ്ങി ഒരാൾ ഇറങ്ങുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിൽ ചവിട്ടുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ ദ്വാരത്തിലൂടെ പൃഷ്ഠത്തിലൂടെ പുറത്തുപോയാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു തൽക്ഷണം വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനുഷ്യനാണ്, നല്ല സഹിക്കാൻ പറ്റുന്നില്ല, വേറെ സഹിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ളതാകുന്ന മത്താർ റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട മുത്തുറസ് റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിക്കാൻ തുടങ്ങിയവയാ. ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം സൂറത്ത് യാസീനിലൂടെ തന്നെ അല്ലാഹു പറയുകയാണ്. പഠിച്ചു വെക്കണേ മുസ്ലിമത്തെ. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് നേരിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല. ഈസാ നബിയുടെ അനുയായികളാകുന്ന മുത്തുറസിനെ കൊണ്ടും മത്താർ റളിയല്ലാഹു അൻഹുയെ കൊണ്ടും വിശ്വസിച്ചതായ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് ഖുർആൻ എടുത്തിരിക്കുകയാ. സ്വർഗ്ഗത്തിൽ കടക്കണേ, സ്വർഗ്ഗത്തിൽ കടക്കണേ, കടക്കണേ. ശത്രുക്കളുടെ പ്രഹരമേറ്റുകൊണ്ട് ഷഹീദായ വ്യക്തിയല്ലേ, നിങ്ങൾക്കുള്ള സാരം ദുനിയാവല്ല, ഞങ്ങളിന് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക. സ്വർഗ്ഗത്തിൽ കടന്നുകൊണ്ട് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഡയലോഗ് ഖുർആൻ എടുത്തിരിക്കുകയാ. എന്റെ സമൂഹമേ, ആകിയായ ജനങ്ങളെ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹ് എനിക്ക് പുറത്തു തന്ന കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബി എന്റെ പാപം പുറത്തു തന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്, നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ചു നൽകുവനാണ്. പക്ഷേ ഇസ്ലാം പുൽകളിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ. ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേര് പിൽക്കാലത്ത് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയുന്ന ആളുകളുണ്ടാകും. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേയെന്ന് ഹബീബുൻ നജ്ജാർ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ഒരൊറ്റ അട്ടഹാസത്തിലൂടെ, ജിബ്രീലിന്റെ അട്ടഹാസത്തിലൂടെ നശിപ്പിക്കുകയാ. ഇൻകാനത ഇല്ലാ സ്വൈഹത്തൻ വാഹിദ വഇലാഹും ഖാദിദൂൻ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി എന്ന് പറയുന്നതായ മോശപ്പെട്ട വിഭാഗത്തെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്യുകയാണ്. പരിപൂർണമായി അവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പ്രവാചകന്മാർ മുഖേന ഹിദായത്ത് കിട്ടി, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിദായത്ത്.
ആരാ പ്രവാചകൻ? സയ്യിദുനാ ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹു അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എവിടെ പോയി? അവസാനം എവിടെ എത്തി? സ്വർഗ്ഗത്തിലെത്തി. അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് വഹും മുഹ്തദൂൻ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഖുർആൻ പറയാൻ വഹും മുഹ്തദൂൻ. ഈ ഹിദായത്ത് കിട്ടാനാണ് 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയുടെ തുടക്കത്തിൽ അൻവാർ തൻസീൽ വ അസ്റാർ തഅവീൽ എന്നാണ് ബൈലാവിയുടെ ആ കിതാബിന്റെ പേര്. അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ, കുറച്ച് പേരുകൾ എടുത്തു എഴുതുന്നുണ്ട്. ഫാത്തിഹയുടെ പേര്, കുറച്ച് പേരുകൾ. എന്തൊക്കെയാണ് പേര്? ഉമ്മുൽ ഖുർആൻ. കുറെ നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട്. എന്ത്? സൂറത്തു ദുആഇ. ഇത് പ്രാർത്ഥനയുടെ ഒരു സൂക്തം കൂടിയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ഏതാ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് പ്രാർത്ഥന. അതിന് മുമ്പൊന്നും പ്രാർത്ഥനയില്ല. അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതാണ് മഹത്വക്കൾ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം. അവരാണ് ഇബ്ലീസ് അടക്കമുള്ള ബാക്കിയുള്ള അതിന്റെ അഹ്ലുകാർ, ബിദ്അത്തിന്റെ അഹ്ലുകാർ, അവരിൽ പെടാത്തവർ. വലല്ലാഹി വഴിപിഴച്ച ഖൗമിൽ പെടാത്ത അഹ്ലുകാർ. അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. അൻഅംത അലൈഹിലും ഞങ്ങളെ ഉൾപ്പെടുത്തണം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വഖത്ത് നിസ്കാരം, 17 റക്അത്ത്. ഒരു സാദാ സീദാ മുഅ്മിൻ 5 വഖത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ്. റജബ് 27-നാണ് ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തി. മിഅ്റാജ് നടത്തിക്കൊണ്ടിരിക്കവേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഈ ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഫർളിൽ മാത്രം. റവാത്തിബ് സുന്നത്തുകളാവുമ്പോൾ അധികരിച്ചു. മാ ബൈനൽ അദാനി സ്വലാത്തുൻ. സയ്യിദുനാ റസൂലുള്ളാഹി മുഅ്മിനായ മനുഷ്യന് ഓരോ ബാങ്കിനിടയിലും നമസ്കാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഓരോ സുന്നത്ത് നിസ്കാരമുണ്ട്. ഓരോ ബാങ്കിനിടയിലും ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിലും നമ്മൾ അധികരിപ്പിക്കുമ്പോൾ എത്ര ഇഹ്ദിന പറയുന്നുണ്ട്, എത്ര സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ. അപ്പൊ കിട്ടിയ ഹിദായത്തോ അത് അണയാതിരിക്കാൻ, അത് കൂടുതലായി വർദ്ധിക്കാൻ, ഈമാൻ കാമിലാകാൻ, പരിപൂർണ തലത്തിലേക്ക് എത്താൻ. ഏറ്റവും വലിയ കമാലിയത്ത് ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. ഫഖൻ നബിയ്ന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര്? മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറത്തോട്ട് ആരും ഇല്ല. അങ്ങനത്തെ ഒരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ? ഇല്ല, എന്തായാലും കിട്ടൂല. ഈമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ. ഞാനിവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താദ്മാർ അതാണ് പറഞ്ഞത്. അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെ സ്നേഹിച്ചോ അവരോടൊപ്പം. അല്ലാഹു തൗഫീഖ് തരട്ടെ.